കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച മധ്യപ്രദേശ് മന്ത്രി വിജയ്ക്കെതിരെ നടപടിക്ക് ഒരുങ്ങുന്നു മധ്യപ്രദേശ് പോലീസ്. അവിടെ മാൻപൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അവിടുത്തെ മധ്യപ്രദേശ് BJP ഗവൺമെൻറ്റിൻ്റെ മന്ത്രിക്കെതിരായിട്ട്. മധ്യപ്രദേശിലെ ഈ മന്ത്രി വിജയ് പറഞ്ഞത് ഭീകരരുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറേഷി എന്നാണ്. അബദ്ധത്തിൽ പറഞ്ഞോ? എന്തായാലും ഇന്ത്യയുടെ പല സ്ത്രീകളെ സിന്ദൂരം മായ്ച്ച് കളയേണ്ടി വന്നത് അവരുടെ ഭർത്താക്കന്മാരെയും സഹോദരങ്ങളെയും ആ പാകിസ്ഥാൻ പഹൽഗാമിലെ ഭീകരരെ കൊന്നൊടുക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ യുദ്ധത്തിന്, ഭീകരർക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് സിന്ദൂർ എന്ന പേരിട്ടത്. മോഡിജി പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം വളരെ വിപുലമാണ്. അവിടെ കൊല്ലപ്പെട്ട പലരെയും ഭാര്യമാർ സിന്ദൂരം മായ്ച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആ ഭീകരർക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ, ആ 3-4 ദിവസത്തെ നമ്മുടെ യുദ്ധം, അതിന് പേരിട്ടിരിക്കുന്നത് സിന്ദൂർ എന്നാണ്. ആ സിന്ദൂറിൻ്റെ ദൈനംദിന ഓപ്പറേഷൻ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ കൂടെയാണ്. ആ പ്രസ് കോൺഫറൻസ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രി അദ്ദേഹം ആണ് നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടവും വലവും ഇരുന്ന കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. 2 നമ്മുടെ സേനയിലെ ഒരു കേണലും ഒരു വിംഗ് കമാൻഡറുമാണ്. അദ്ദേഹത്തിൻ്റെ ഇടതും വലതും വശങ്ങളിലിരുന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രിക്ക് ഒപ്പം നിന്ന് വിവരങ്ങൾ നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലെ ഒരു മന്ത്രി കേണൽ സോഫിയയെ വിവരിച്ച സന്ദർഭത്തിൽ അവിടുത്തെ ഭീകരരുടെ സഹോദരി എന്ന് പറഞ്ഞ് എന്തർത്ഥത്തിലാണ് അത് ഉദ്ദേശിച്ചതെന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇപ്പം വെട്ടിലായി. വിജയ് ഷാ എന്ന് പറയുന്ന ആ മന്ത്രിക്കെതിരെ ജാമ്യമില്ലാതെ വകുപ്പ് വെച്ച് കേസെടുത്തു മാൻപൂർ പോലീസ് സ്റ്റേഷനിൽ. അറസ്റ്റിന് സാധ്യത വളരെ കൂടുതലാണ് ഈ കേസിനകത്ത്. FIR രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതാരാണ്? മധ്യപ്രദേശ് ഹൈക്കോടതി. സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് ആണ് ആ ഡയറക്ഷൻ കൊടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ, രാജ്യദ്രോഹ കുറ്റം തന്നെ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും ഒരു ഡയറക്ഷൻ കൊടുത്തു വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഹൈക്കോടതിയുമാണ് മധ്യപ്രദേശിലുള്ള ഈ മന്ത്രിക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോടതിയിൽ തനിക്ക് വായിക്കുണ്ടായ ചില, അല്ലെങ്കിൽ തൻ്റെ വാക്കിനുണ്ടായ ചില പിഴവ് മൂലമാണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കോടതി സ്ഥാപിക്കാൻ കുറേ സമയമെടുക്കും. അതിന് അറസ്റ്റിലേക്ക് വിധേയനാകേണ്ടി വരും. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോകും. അതിനുശേഷം ജാമ്യത്തിൽ വന്ന ശേഷം മാത്രമേ ഈ കേസുമായിട്ടുള്ള തൻ്റെ സത്യസ്ഥിതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. പക്ഷേ അദ്ദേഹം അറസ്റ്റിന് വിധേയമായേ പറ്റുള്ളൂ. മധ്യപ്രദേശിലെ ഹൈക്കോടതിയാണ് ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രിയാണ് അടുത്ത ഡയറക്ഷൻ. ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ എന്നും ബഹുമാനിക്കുന്ന, എപ്പോഴും നമ്മൾ ആ സഹോദരിമാരുടെ വാക്കുകൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സോഫിയ ഖുറേഷിക്കെതിരായി എന്തിനാണ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞത്? താൻ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി, താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. 10 പ്രാവശ്യമെങ്കിലും മാപ്പ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ഏത് സാഹചര്യത്തിലാണ് അത് പറയേണ്ടി വന്നത്? അദ്ദേഹത്തിൻ്റെ കമ്പാരിസൺ ശരിയായില്ല, അദ്ദേഹം ഉദ്ദേശിച്ച വേറെയാണോ എന്ന് കോടതിയിലേ ഇനി ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. കാര്യങ്ങൾ കൈവിട്ടു പോയി. അതുപോലെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഈ സോഫിയ ഖുറേഷിക്കെതിരെ വളരെയധികം ബാഡ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വിദേശകാര്യ സെക്രട്ടറി
അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായി, വിക്രം മിശ്രയുടെ മകൾക്കെതിരായും ഇതുപോലെ വന്നു. അവർ വിദേശത്താണ്, ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മകൾ എന്ത് പിഴച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഈ 2 സ്ത്രീകൾക്കെതിരായിട്ടും വളരെ മോശമായ കമൻറ്റുകൾ വരുന്നു. അതുമാത്രമല്ല, ഇനിയും വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സൈനികൻ വിനയ് നർവാളിനെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിമാൻഷി നഗർവാളിനെതിരെയും വളരെ മോശമായ കമൻറ്റുകൾ, പ്രത്യേകിച്ച് 3-4 സ്ത്രീകൾക്കെതിരായിട്ടാണ് തുടർച്ചയായ ഇതുപോലെയുള്ള ബാഡ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാരണം നമ്മുടെ രാജ്യത്തെ ഇതുപോലെയുള്ള ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നെങ്കിൽ അവരെ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല. ആ രാജ്യദ്രോഹത്തിന് തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം ഇന്ത്യയുടെ നമ്മൾ ബഹുമാനിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത, രാഷ്ട്രത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച അവരുടെ സ്ത്രീകൾക്കെതിരായി ഇവർക്കെതിരെ ബാഡായിട്ടുള്ള വളരെ മോശമായ ഇതുപോലുള്ള കമൻറ്റുകളിട്ട് അവരെ അവഹേളിക്കുന്ന, രാജ്യത്തിനെ അവഹേളിക്കുന്നതാണ്, നമ്മുടെ അഖണ്ഡതയ്ക്കെതിരായിട്ടാണ് പോരുന്നത്. അത് തീർച്ചയായിട്ടും വളരെയധികം ആൾക്കാർ ബാഡ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആരെയെങ്കിലും 3-4-5 പേരെയെങ്കിലും കണ്ടെത്തണം. കാരണം ആയിരക്കണക്കിന് ആൾക്കാർക്ക് ബാഡ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ട് അതിനകത്ത് ശക്തമായി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരായിട്ട് പറഞ്ഞ ഈ സ്ത്രീകളെ, അവരെ അവഹേളിച്ച, അവർക്കെതിരായിട്ട് പറഞ്ഞവർക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം അടിയന്തരമായിട്ട്. അതിലേക്കാണ് പോകേണ്ടത്. മുഴുവൻ ആൾക്കാരെയും നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ട് 3-4 പേർക്കെതിരായിട്ട് കൃത്യമായ ഒരു നടപടി വേണം, കേസ് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ സഹോദരിമാരെ ഇതുപോലെ അപമാനിച്ചത്, അത് തന്നെയല്ല ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്ന ആ ശത്രുവിനെ അവർക്ക് അനുകൂലമായിട്ട് പറയുന്ന ഏത് ഇന്ത്യക്കാരനായാലും ശരി, ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടായാലും ശരി, ഏത് രാഷ്ട്രീയ വിഭാഗത്തിനായാലും ശരി, നമുക്കത് പൊറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ബാഡ് കമൻ്റ് ഇട്ട് ഈ 4 സ്ത്രീകളെയും വളരെ മോശമായി ഇട്ടവർക്കെതിരായി രാജ്യം കേസ് രജിസ്റ്റർ ചെയ്ത് കൃത്യ നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.